ബിഗ് ബോസിനും ലാലേട്ടനും ഈ അനുമോള് അനീഷ് വിഷയത്തിൽ അവർ ഒന്നിക്കണം എന്നൊരു ആഗ്രഹം ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നിയായിരുന്നോ? ഞാൻ റിവ്യൂമായിട്ട് വരാൻ കുറച്ച് വൈകിയെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം കേൾക്കുക. അതുപോലെ സീരിയൽ കാണാൻ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡിൽ എനിക്ക് അനുമോളുടെയും അനീഷിന്റെയും കാര്യം സംസാരിച്ച രീതിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കത് ഓക്കെ, അതിനകത്ത് നെഗറ്റീവ് ഒന്നും പറയാനില്ല. കാരണം ആ വിഷയം അവിടെ ലാലേട്ടൻ വന്ന് സംസാരിച്ചില്ല എങ്കിൽ അതിപ്പോ പലരുടെയും കമന്റ്സിനകത്ത് ഇത് അനുമോളും അനീഷും അവിടെ ആരടുത്തും പറയാതെ കളഞ്ഞ കാര്യമാണല്ലോ, എന്തിനാണ് ലാലേട്ടൻ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത് എന്ന് ഞാനും കരുതിയിരുന്നു. അതവിടെ ചോദിക്കില്ല. കാരണം എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച വളരെ ലേറ്റ് ആയിട്ട് സംഭവിച്ചൊരു സംഭവം അത് ഈ ഒരു എപ്പിസോഡിനകത്ത് വരുമോ എന്ന് എനിക്കൊരു കാര്യം ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ വന്നത് വളരെ നന്നായി. ഇതൊരിക്കലും ഗെയിം ആയിട്ടോ സ്ട്രാറ്റജി ആയിട്ടോ കാണുന്നില്ല എങ്കിൽ, അതായത് അനീഷ് മോഹൻലാലിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഇതൊരു പ്രാങ്ക് അല്ല, എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നി എന്ന്. ഇതെന്തുകൊണ്ട് ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ ഇവിടെ അനീഷ് പറഞ്ഞു എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷെ അതും അനീഷിന്റെ ഒരു അടവായിട്ടോ ഒരു എന്താ പറയാ ഒരു പ്രോബ്ലം ആയിട്ടോ എനിക്ക് തോന്നുന്നില്ല. അത് ഈ പറയുന്ന കണക്ക് 9 days to go എന്ന് കണ്ടപ്പോഴത്തേക്കും അനീഷിന് മനസ്സിലായി ഈ ഒരു ഇപ്പൊ ഇവിടെ വെച്ച് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. പുറത്തായതിനു ശേഷം എല്ലാവരും പോയതിനു ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അത്രയും ഒരു ഹൈപ്പ് ഒന്നും കിട്ടത്തില്ല, അല്ലെങ്കിൽ ആരും അത് അറിയത്തില്ല. അപ്പൊ അത് പറയണമെന്ന് അനീഷ് തോന്നി കാണുമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ പറയാൻ തോന്നി പറഞ്ഞു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പ്രതീക്ഷിച്ചും കാണും തിരിച്ച് തന്നോട് ഇഷ്ടമാണ് എന്ന് പറയുമെന്ന് പ്രതീക്ഷിച്ചും കാണും. പലരും പറയുന്ന കാര്യം എല്ലാ സ്ട്രാറ്റജികളും പയറ്റി അനീഷ് അവസാനം ലവ് ട്രാക്ക് വരെ എടുത്തിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ഗെയിം ട്രാക്ക് എന്നൊക്കെ പറയുന്നത് ഭയങ്കര പൊട്ടത്തരമാണ്. അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇവിടെ അനുമോളും അനീഷും തമ്മിൽ പെട്ടെന്നൊരു ദിവസം തോന്നിയ ഒരു ഇഷ്ടമായിട്ടൊന്നും, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഈ പറഞ്ഞ അനീഷിന് അനുമോൾക്കൊണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അവരുടെ ഇടയിൽ ഈ ഒരു മിണ്ടലും ആ ഒരു സൗഹൃദവും അവര് പലപ്പോഴായിട്ട് ബ്രദർ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അവര് ആദ്യം തൊട്ടേ പ്രണയമാണെന്ന് പ്രണയിക്കാൻ വേണ്ടി പുറകെ നടന്നതോ ഒന്നുമല്ല. പക്ഷേ ആ ഒരു ഇഷ്ടവും പരിഗണനയും അനീഷിനെ നന്നായിട്ട് പരിഗണിച്ച ഒരു വ്യക്തിയാണ് അനുമോള്. അനീഷിനെ അവിടെ അനുമോളെ പോലെ പരിഗണിച്ചത് ഷാനവാസ് പോലും പരിഗണിച്ചിട്ടില്ല. അപ്പൊ അനുമോൾ അങ്ങനെ പരിഗണിച്ചത് കൊണ്ട് തന്നെ തോന്നിയ ഒരു ഇഷ്ടമാണ്, അല്ലാതെ ഒരു കപടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ അനുമോളുടെ ഒരു പാർട്ട് കറക്റ്റായിട്ട്, അതായത് അനുമോൾ വളരെ ജെനുവിനായിട്ട് ഒന്നും ഹൈഡ് ചെയ്യാതെ, അതെനിക്ക് തോന്നുന്നു ലാലേട്ടനും ഭയങ്കരമായിട്ടും ഇംപ്രസ്ഡ് ആയി. ലാലേട്ടൻ അത് ചോദിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, അതായത് അവർ തമ്മിലുള്ള വളരെ മനോഹരമായ ഒരു പ്രണയ നിമിഷം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ക്ലിപ്പ് കാണിക്കുന്നുണ്ട്. അപ്പൊ പോലും അവിടെ അനുമോള് ടെൻഷൻ അടിക്കുന്ന കാര്യം ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ എനിക്കിനി വേറെ ആലോചനയൊന്നും വരത്തില്ലേ എന്നാണ് പറയുന്നത്. വെച്ചാൽ വളരെ ജെനുവിൻ ആയിട്ടുള്ള അനുമോളുടെ ഒരു സൈഡ് നമുക്ക് കാണാൻ സാധിക്കും. അനുമോളും ഇത് വെച്ച് ഗെയിം ഒന്നും കളിക്കുന്നില്ല. അനുമോളും അനുമോളുടെ ജീവിതത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അത് മോഹൻലാലും അതനുസരിച്ച് തന്നെ ആ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം കൂടുതൽ ടെൻഷനൊന്നും അടിക്കണ്ട, അത് അതിന്റെ വഴിക്ക് പോകും എന്ന് തന്നെ പറയുകയാണ്. പിന്നെ ഇവരുടെ ഈ അനുമോളുടെ വീട്ടുകാർക്കും അനീഷിന്റെ വീട്ടുകാർക്കും സമ്മതമാണെങ്കിൽ ഈ പറഞ്ഞ ഫാൻസുകാർ കിടന്ന് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തല തള്ളേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അനുമോളെ സംബന്ധിച്ചിടത്തോളം അനീഷിനെ ഇഷ്ടമല്ല, ഒരു നോ അനുമോള് പറഞ്ഞില്ല, അല്ലെങ്കിൽ യെസ് പറയാതെ പറഞ്ഞു എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെയധികം ഇൻഡിപെൻഡന്റ്ലി ജീവിക്കുന്ന വ്യക്തി അല്ല. ഇപ്പോ ആദില നൂറ എന്ന് പറയുമ്പോൾ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ അവർ കണ്ണടച്ച് ഓക്കെ. പക്ഷെ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് താല്പര്യം, എനിക്കൊരു തീരുമാനം എടുക്കാൻ വലിയ സമയമൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ അച്ഛൻ, അമ്മ, ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവരെയൊക്കെ വളരെയധികം വാല്യൂ ചെയ്യുന്ന ഒരു പെൺകുട്ടി ഉറപ്പായിട്ടും ഈ ഒരു കാര്യം വരുമ്പോഴത്തേക്കും തനിക്ക് അവിടെ ഓക്കെ ആയിരിക്കാം, ചിലപ്പോ ഓക്കെ അല്ലായിരിക്കാം, പറയുന്നത് ഏജിന്റെ ഡിഫറൻസ് ഒക്കെ ആയിരിക്കാം. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ വീട്ടുകാര്, അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് മോളെ നിനക്ക് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അനുമോൾ ഓക്കെ ആയിരിക്കും. അതായത് അനുമോളുടെ ഒരു ക്യാരക്ടറിൽ സെൽഫായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു പേടി മാത്രമാണ്. പിന്നെ ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ ഇതെന്താ ചെയ്യേണ്ടത്? അപ്പോൾ ലാലേട്ടൻ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഒരു സ്ത്രീയോട് അത് ചോദിക്കുമ്പോൾ ആ സ്ത്രീക്ക് ഒരു സമയം കൊടുക്കണം, അവർക്ക് പലതും ആലോചിക്കാൻ കാണും എന്ന് ലാലേട്ടൻ കറക്റ്റ് ആയിട്ട് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ എന്താണ്, അത് മാത്രമല്ല ഒരു ഉപദേശവും കൊടുക്കുന്നുണ്ട്. ഇപ്പം അവിടെ അനുമോള് സംസാരിക്കണം എന്ന് പറയുന്ന സമയത്ത് അനീഷ് പെട്ടെന്ന് പിണഞ്ഞ് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്ന ഒരു സീൻ കാണിച്ചു. ആ സീൻ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, ഈ ഒരു സ്വഭാവക്കാരനാണെങ്കിൽ അനീഷിന് അനുമോള് നോ പറയുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു അഭിപ്രായം പറയാൻ ഓൾറെഡി അനുമോള് പറയുന്നുണ്ട്. ഒരുപാട് വർഷത്തിന് ശേഷം ഇങ്ങനെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി.
ആ സന്തോഷത്തിനകത്ത് കള്ളമില്ല. വേണമെങ്കിൽ നമുക്ക് പറയായിരുന്നു, ഓ എന്ത് ചെയ്യാനാ ദൈവമേ, എനിക്ക് ഇത്ര സൗന്ദര്യം തന്നത് ഒരു ശാപമായി പോയല്ലോ എന്നൊക്കെ വേണമെങ്കിൽ അനുമോൾക്ക് തള്ളായിരുന്നല്ലോ. അനുമോള് വളരെ ജെന്യുവിൻ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് ആ അനുമോള് ഹാൻഡിൽ ചെയ്ത കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്കും ആ ഒരു ബ്ലഷിങ് ഫീലൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അനുമോളുടെ അടുത്തുനിന്ന്. അല്ലാതെ ആ പറയുന്ന ഫീലൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ട് എനിക്കൊന്നും ഇഷ്ടമല്ല ഈ എന്നൊന്നും അല്ല പറഞ്ഞത്. എനിക്ക് അനീഷ് ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. അനീഷിനെ ഇൻസൾട്ട് ചെയ്യാതിരിക്കാൻ ഓരോ നിമിഷവും അനുമോള് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം ലാലേട്ടൻ ചോദിക്കുമ്പോഴും ലാലേട്ടനോട് പറയുന്നത് ഇങ്ങനെയാണ്, അനീഷ് ചേട്ടന് ഫീൽ ഒന്നും ചെയ്യരുത്, അതുകൊണ്ട് പറയാണ്. അതിനെ വരെ ഓരോരുത്തര് അതിനെ വരെ കമന്റിൽ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് അങ്ങ് നോ പറഞ്ഞാൽ മതിയല്ലോ, എന്തിനാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാതെ. ഈ ഓരോ മനുഷ്യരും ഇങ്ങനെ കമന്റ് ഇടുന്ന ഓരോ മനുഷ്യരും ചിന്തിക്കുക, ഈ വളരെ പ്രതീക്ഷയോടെ അനീഷ് അത് പറയുമ്പോൾ മുഖത്ത് നോക്കി എനിക്ക് നിങ്ങളെ ഒന്നും ഇഷ്ടമല്ല എന്ന് പറയുന്നത് അത് എവിടുത്തെ രീതിയാണ്? നമ്മളെ നോക്കി ഒരു മനുഷ്യൻ മുഖത്ത് നോക്കി ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നേ ഇല്ല, നിങ്ങളെ സ്നേഹിക്കാൻ കൊള്ളില്ല എന്നുള്ളൊരു അർത്ഥത്തിൽ പറയുന്നത് അത് ഭയങ്കര നെഗറ്റീവാണ്. നേരെ മറിച്ച് എനിക്ക് ഇഷ്ടമാണ് ആ ഒരു ഇത് അത് ഇപ്പൊ വേണ്ട 2 വർഷം എന്നുവെച്ചാൽ ഒരു റിജക്ഷൻ കൊടുക്കാനോ ആ ഒരു മൊമെന്റിൽ എല്ലാവരുടെയും റിജക്ഷൻ നോ എന്ന് പറയുന്നതിന് ഭയങ്കര ഒരു പവറാണ്. അത് കിട്ടുന്ന ഒരു ആൾക്കായിരിക്കും അതിന്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടുക. പക്ഷെ അനുമോള് വളരെ നല്ല രീതിയിൽ എനിക്ക് ആ അനുമോള് അത് ഹാൻഡിൽ ചെയ്ത രീതി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് ഉൾക്കൊള്ളാൻ അനീഷിന് പറ്റുന്ന രീതിയിലാണ് അനുമോൾ ഇപ്പം വരെയും സംസാരിച്ചത്. ഇനി ആ കൂടി ഒരു 8 or 7 ദിവസമേ ഉള്ളൂ. പുറത്തിറങ്ങിയ ശേഷം അനീഷ് ഇത് മാന്യമായ രീതിയിൽ അനുമോളൊരു ഫാമിലി ഗേൾ ആണ്. അപ്പൊ അനുമോളുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് അനീഷിന് പോയി ചോദിക്കോ, അവർ തമ്മിൽ അവരുടെ ജീവിതമാണ്, അവരുടെ കുടുംബമാണ്. ബിഗ് ബോസ് ഷോയിൽ മാത്രം അഭിപ്രായം പറയാനാണ് നമുക്ക് ഓരോരുത്തർക്കും അവകാശമുള്ളത്. അവരുടെ ഒന്നും വീടിന്റെ മുമ്പിൽ പോയി ഗേറ്റൊക്കെ തല്ലി തുറന്ന് അനുമോളെ നീ ഞങ്ങൾ അനീഷിനെ തൊടരുത് എന്നൊന്നും പറയാൻ നമുക്ക് ആർക്കും അവകാശമില്ലല്ലോ. അപ്പൊ പിന്നെ അവരുടെ ആ ഒരു പ്രണയ രംഗത്തെ നല്ല മനോഹരമായിട്ട് ബിഗ് ബോസിൽ കാണിച്ചു. ലാലേട്ടൻ പറഞ്ഞു, അവർ രണ്ടുപേരും നന്നായിട്ട് അത് എൻജോയ് ചെയ്തു. കൂടെ ഉള്ളവർ അത് ഹാപ്പിയാക്കി. അവിടെ ഇരുന്ന ഓഡിയൻസ് വരെ നന്നായിട്ട് കയ്യടിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ആർക്കാ പ്രശ്നം? അതുകൊണ്ട് എനിക്കിത് ഇന്നലെ തന്നെ പറയണം എന്നുണ്ടായിരുന്നു. പക്ഷേ സൺഡേ ആണ്, ഒരുപാട് ഒരു തിരക്കുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് പറയാൻ പറ്റിയില്ല. എനിവേ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. നിങ്ങൾ എല്ലാത്തിനെയും കുറച്ച് ലൈറ്റായിട്ട് കാണാൻ പഠിക്കുക. നിങ്ങൾ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, കുറേ പേരൊക്കെ ഭയങ്കര ടോക്സിക് ആയിട്ടാണ്. ഇച്ചായ എന്ന് വിളിച്ച അനുമോള് പിന്നാലെ നടന്നത് കൊണ്ടാണ് അനീഷിന് പ്രണയം തോന്നിയത്. നമ്മൾ ഇതൊക്കെ എത്ര പിറകെ നടന്ന ഒരാൾ വിളിച്ചാലും ഈ പറയുന്ന ഒരാൾക്ക് പ്രണയം തോന്നണം എന്നില്ല. പകരം ഇപ്പം ആദിലയും നൂറയും ഈ പറയുന്ന അനീഷിന്റെ അടുത്ത് ഇതേപോലെ പെരുമാറിയിട്ടുണ്ട്. അവർ ലെസ്ബിയൻ കപ്പിൾസ് ഒക്കെയാണ്, പക്ഷെ ഇതേ കണക്ക് പെരുമാറി നിങ്ങൾ കണ്ടിട്ടില്ലേ? ആദില എത്രയോ തവണ ഐ ലവ് യു അനീഷേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ആ ഒരു തമാശ തന്നെയാണ് അനുമോളും കാണിച്ചത്. അനുമോൾക്കൊരു ന്യായം നീതി, ആദിലയ്ക്ക് വേറൊരു ന്യായം നീതി ഒന്നും ഇല്ല. പക്ഷെ അനുമോളും അനീഷും തമ്മിൽ ഒരു ലവ് ട്രാക്കിലേക്കോ ആ ഒരു കെമിസ്ട്രിയിലേക്കോ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭംഗിയൊക്കെ അവരുടെ ആ ഒരു ഫ്രെയിമിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും, നമ്മൾ കുറച്ചും കൂടെ ഇവര് പ്രണയിച്ചാൽ നല്ലതായിരിക്കും എന്ന് നമുക്ക് തോന്നാം, നമുക്കിത് പറയാം. പക്ഷെ ആ ഒരു പൊരുത്തം അവരുടെ പെരുമാറ്റത്തിൽ അവർക്ക് ഇൻസൈഡിൽ തോന്നുവാണെങ്കിൽ അവർ നന്നായിട്ട് ജീവിക്കട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ശരി, നിങ്ങളുടെ അഭിപ്രായം പറയുക. സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.